എൻ്റെ ആത്മസുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ ശീതൾ ശ്യാം, സന്തോഷ് കുമാർ, ഈ യോഗത്തിൽ ഇനിയും എത്തിച്ചേരേണ്ട പി.കെ. സജീവ്, ഈ യോഗത്തിലിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജന്മദിനം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും വളരെ ഗൗരവമായി ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. ഒരുപക്ഷെ ഇന്ന് മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജന്മദിന ആഘോഷങ്ങൾ ലോകമെമ്പാടും നടന്നു വരികയാണ്. ഒരുപക്ഷെ അത് ഇനിയും ഒരാഴ്ച കൂടി തുടർന്നേക്കാനും സാധ്യതയുണ്ട്. ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹിക രാഷ്ട്രീയ ചിന്തകനും വിമോചകനുമായിട്ടാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇപ്പോൾ അടയാളപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ശേഷം നിരവധി പേർ സംസാരിക്കുവാൻ ഈ വേദിയിൽ തന്നെയുണ്ട്, ഇനി പലരും എത്തിച്ചേരാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡോക്ടർ ബി.ആർ. അംബേദ്കറെ ഇന്ത്യ മനസ്സിലാക്കുന്നതിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭരണാധികാരികൾ മനസ്സിലാക്കുന്നതിൽ ദീർഘമായ ഒരു കാലതാമസം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ നിന്നും ദീർഘകാലമായി ഡോക്ടർ അംബേദ്കറെ പുറത്തു നിർത്തുകയും ഏതാണ്ട് അദ്ദേഹത്തെ മറവിലേക്ക് തന്നെ തള്ളിവിടാൻ ബോധപൂർവമായി ശ്രമിച്ചിട്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഡോക്ടർ ബി.ആർ. അംബേദ്കർ സമൂഹത്തിൻ്റെ ഓർമ്മയിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഡോക്ടർ ബി.ആർ. അംബേദ്കറെ പോലെ ഇത്രയും പ്രതിഭാധനനായ ഒരു മനുഷ്യനെ മനസ്സിലാക്കുവാൻ ഇന്ത്യക്ക് കഴിയാതെ പോയത് എന്ന ചോദ്യം നാം ചോദിക്കാതിരുന്നു. കാരണം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും അതിനു മുൻപും ഉള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നിരവധിയായ നേതാക്കളെ ആഘോഷിച്ച ഇന്ത്യ മഹാരാജ്യം എന്തുകൊണ്ടാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കറെ ആഘോഷിക്കുന്നതെന്ന് പിൻവാങ്ങി നിന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ലളിതമായി അത് ഇന്ത്യയിലെ ദളിതരോടുള്ള കേവല വിവേചനത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ സാമൂഹിക സംവിധാനത്തെ സംബന്ധിച്ചും ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തെ സംബന്ധിച്ചും വേറിട്ട അഭിപ്രായമുള്ള ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്നതാണ് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരുപക്ഷെ ഇന്ത്യയിൽ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മറ്റൊരാൾക്കുമില്ലാത്ത വിധം ഇന്ത്യയെ സൂക്ഷ്മരൂപത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ പ്രതിഭാശാലിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. എന്നാൽ അത്തരമൊരു വീക്ഷണത്തെ, അത്തരമൊരു ആശയപ്രപഞ്ചത്തെ സ്വീകരിക്കുവാൻ ഇന്ത്യ തയ്യാറായില്ല എന്നത് അവർക്ക് സംഭവിച്ച കേവലം ഒരു വീഴ്ച മാത്രമല്ല, മറിച്ച് അത് വളരെ ബോധപൂർവമായ ഇന്ത്യയുടെ പാരമ്പര്യ പ്രവർത്തനത്തിന് തുടർച്ചയിലെ ബോധപൂർവമായൊരു പ്രവർത്തനമായി നാം മനസ്സിലാക്കേണ്ടത്. ഏതൊരു രാഷ്ട്രവും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ആ രാഷ്ട്രത്തെ നിർമ്മിക്കാൻ നിർണായകമായ പങ്ക് വഹിച്ച മനുഷ്യരെ ആണ്. ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ഒരു ഛായാചിത്രം നമ്മുടെ പാർലമെൻറ്റിൽ വരുന്നത് പോലും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്നത് യാദൃച്ഛികമായ കാര്യമാണ്. രണ്ടാമതൊന്ന്, ഇന്ത്യയിൽ സാമാന്യ ജനങ്ങൾക്കിടയിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറെക്കുറിച്ചൊരു സങ്കല്പമുള്ളത് അഥവാ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ഇന്ത്യയിലെ അയിത്തജാതിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് എന്ന ഒരു ഇമേജാണ്. രണ്ടാമത്തേത്, ഇന്ത്യൻ ഭരണഘടന എഴുതിയ ആളാണ്. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ അതിനപ്പുറം
മനുഷ്യവംശത്തിന് ഡോക്ടർ BR അംബേദ്കർ നൽകിയ മഹത്തായ സംഭാവന എന്ത് എന്ന കാര്യം വളരെ ഗൗരവമായി ഇന്ത്യ ആലോചിക്കുകയോ പഠിക്കുകയോ നമ്മുടെ വരും തലമുറകളെ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടത്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അംബേദ്കർ ഒരിക്കൽ പോലും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നത് യാദൃച്ഛികമായൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതാണ്ട് 2ാം ക്ലാസ് മുതൽ അല്ലെ 1ാം ക്ലാസ് മുതൽ ദേശീയ നേതാക്കളായിട്ടുള്ള മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെ കേട്ടു തുടങ്ങുമ്പോൾ ഏതാണ്ട് പതിറ്റാണ്ടുകളോളം വിദ്യാഭ്യാസം ചെയ്താലും സ്വന്തം പാഠപുസ്തകങ്ങളിൽ നിന്നോ സ്വന്തം അധ്യാപകരിൽ നിന്നോ ഡോക്ടർ BR അംബേദ്കറെ കുറിച്ചൊരു വാചകം നമുക്ക് കേൾക്കേണ്ടി വരുന്നില്ല എന്നത് ഇന്ത്യ നേരിടുന്ന മഹാദുരന്തങ്ങളിലൊന്നാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തോട് പടവെട്ടിക്കൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ചരിത്രത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരായിരിക്കാം ഡോക്ടർ BR അംബേദ്കറെ അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിച്ച മനുഷ്യർ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെമ്പാടും തെരുവുകളിലും ചേരികളിലും ജീവിക്കുന്ന ലക്ഷക്കണക്കിനായ കോടിക്കണക്കിനായ ദളിതരാണ് ഡോക്ടർ BR അംബേദ്കറുടെ ഓർമ്മകൾ കെടാതെ ചരിത്രത്തിൽ സൂക്ഷിച്ചത് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. അങ്ങനെ ചരിത്രത്തിൽ കെടാതെ സൂക്ഷിക്കുക മാത്രമല്ല, ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യ മഹാരാജ്യം വളരെ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചില ധാരകളും ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും എന്തിനെയാണോ റദ്ദ് ചെയ്യാൻ ശ്രമിച്ചത് ആ ബ്രാഹ്മണ്യ ശക്തികൾ തിരിച്ചു വരികയും ഇന്ത്യ മഹാരാജ്യം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രദേശമാക്കി മാറ്റുകയും ചെയ്ത അതിഭീകരമായൊരു അന്തരീക്ഷത്തിൽ ഇന്ത്യ മഹാരാജ്യം ഉറ്റുനോക്കിയത് ഡോക്ടർ അംബേദ്കറിലേക്കാണ് എന്നത് യാദൃച്ഛികമായൊരു കാര്യമല്ല. ഞാൻ പറയുന്നത് ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളിൽ, അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തയിൽ, അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ചിന്തയിൽ ഇന്ത്യക്ക് ഇന്നത്തെ ചരിത്രഘട്ടത്തെ, പ്രതിസന്ധി ഘട്ടത്തെ മറികടന്നു പോകുവാനുള്ള വാക്യങ്ങളുണ്ട് എന്നതാണ് നാം അറിയേണ്ട കാര്യം. ഡോക്ടർ BR അംബേദ്കർ കേവലമായി നാം ഓർമ്മിക്കുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. മറിച്ച് ഇന്ത്യക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ, നമുക്കിടയിൽ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും വാഴുന്ന ഒരു ജനാധിപത്യ സമൂഹമായി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഡോക്ടർ BR അംബേദ്കറുടെ ആശയങ്ങളെ പിൻപറ്റുക എന്നത് ഇന്ത്യക്കാരുടെ ഉത്തരവാദിത്വമായി മാറിയിട്ടുണ്ട് എന്നിടത്താണ് ഡോക്ടർ BR അംബേദ്കർ വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുന്നത്. ഒരുപക്ഷെ പതിറ്റാണ്ടുകളോളം, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ 17 വർഷം ഔദ്യോഗിക വിദ്യാഭ്യാസം ചെയ്ത ഒരാളാണ്. എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനും ഞാൻ പഠിച്ച ഒരു പാഠപുസ്തകത്തിലും ഡോക്ടർ BR അംബേദ്കർ എന്നൊരു വാക്കില്ല എന്ന് നാം അറിയണം. നിങ്ങളെല്ലാവരും അങ്ങനെ വിദ്യാഭ്യാസം ചെയ്ത് കടന്നു വന്നവരാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ പൂർണ്ണമായും മറവിയിലേക്ക് തള്ളിമാറ്റപ്പെട്ടെങ്കിലും ഡോക്ടർ BR അംബേദ്കർ രാഷ്ട്രം അതിഭീകരമായ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രം തിരിച്ചു വിളിക്കുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ, എന്താണ് ഇന്ത്യ എന്ന ചോദ്യത്തിന് വേറിട്ട ഒരു ഉത്തരമുണ്ടായിരുന്ന ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ എന്നത് നാം വിചാരിക്കുന്നത് പോലെ കേവലമായ അസമത്വങ്ങളും അനീതികളുമുള്ള ഒരു സ്ഥലം മാത്രമല്ല, മറിച്ച് ഇത്തരം അസമത്വങ്ങളെയും അനീതികളെയും നിരന്തരമായി നിലനിർത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന വളരെ വിശാലമായ ഒരു വ്യവഹാര മണ്ഡലം ഇന്ത്യക്കുണ്ട് എന്നതാണ് ഇന്ത്യയുടെ മൗലികമായ പ്രത്യേകത എന്ന് ഡോക്ടർ BR അംബേദ്കർ കണ്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നുപോയി ഡോക്ടർ BR അംബേദ്കറെ ഒരു സാമൂഹിക ചിന്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ ചിന്തകൻ എന്ന നിലയിൽ, ധാർമ്മിക ചിന്തകൻ എന്ന നിലയിൽ ഡോക്ടർ BR അംബേദ്കറെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യയിൽ അനീതിയുണ്ട് എന്നതല്ല, ആ അനീതിയെ ന്യായീകരിക്കുന്ന വളരെ വലിയൊരു വ്യവഹാര മണ്ഡലം, ബ്രാഹ്മണ്യമെന്ന് പേര് വിളിക്കാവുന്ന ഒരു തത്വശാസ്ത്ര മണ്ഡലം ഇന്ത്യക്കുണ്ട് എന്നാദ്യമായി ചൂണ്ടിക്കാണിച്ച ചിന്തകനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം അത് വെറുതെ പറയുകയായിരുന്നില്ല, മറിച്ച് ഇന്ത്യ നൂറ്റാണ്ടുകളോളം, സഹസ്രാബ്ദങ്ങളോളം പരിപാവനമെന്ന് വിചാരിച്ച തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളെ ഇഴകീറി പരിശോധിക്കുകയും അതിൻ്റെ അർത്ഥശൂന്യതയെയും മനുഷ്യവിരുദ്ധതയെയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ അത്തരമൊരു പ്രവർത്തനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പുരാതനമായ ഗ്രന്ഥങ്ങളെ
ഇഴകേറി പരിശോധിക്കുന്നൊരു മെത്തഡോളജി അദ്ദേഹത്തിനുണ്ട്. എന്തിനായിരിക്കാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട മനുസ്മൃതി അടക്കമുള്ള പുസ്തകങ്ങളെക്കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ ഇത്ര വിശദമായി ആലോചിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ ജീവിക്കുന്നത് അത്തരം കെട്ടുകഥകളിലാണ് എന്ന് ഡോക്ടർ BR അംബേദ്കർ തിരിച്ചറിഞ്ഞിരുന്നു. ഇന്ത്യയിൽ അസമത്വമുണ്ട് എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് അസമത്വത്തെ ന്യായീകരിക്കുന്ന ഒരു തത്വശാസ്ത്രമുണ്ട് എന്നതാണ് അതിൻ്റെ കാര്യം. ആ തത്വശാസ്ത്രത്തെ ഡോക്ടർ BR അംബേദ്കർ ഡിഫൈൻ ചെയ്യുന്നത് ബ്രാഹ്മണിസം എന്നാണ്. ബ്രാഹ്മണിസം എന്നാൽ കേവലമായൊരു ചെറു ന്യൂനപക്ഷത്തിൻ്റെ ആധിപത്യം മാത്രമല്ലെന്നും, മറിച്ച് അത് വിലക്കുകളുടെ തത്വശാസ്ത്രമാണെന്നും അസമത്വത്തിൻ്റെ തത്വശാസ്ത്രമാണെന്നും ലോകത്താദ്യമായി പ്രഖ്യാപിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. അങ്ങനെ ബ്രാഹ്മണ്യ തത്വചിന്ത എന്നത്, ബ്രാഹ്മണ്യം ഉൽപ്പാദിപ്പിക്കുന്ന ധാർമ്മിക ബോധ്യമെന്നത് ഇന്ത്യക്ക് എല്ലാ കാലത്തും ശാപമായിരുന്നു എന്നാണ് ഡോക്ടർ BR അംബേദ്കർ കണ്ടെത്തുന്ന കാര്യം. ഇക്കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് ഡോക്ടർ BR അംബേദ്കർ എത്തിച്ചേർന്ന പ്രധാനപ്പെട്ട നിഗമനങ്ങൾ നാം ഇത്തരുണത്തിൽ ആലോചിക്കേണ്ടി വരും. അതിലൊന്ന്, വളരെ വ്യക്തമായും ഡോക്ടർ BR അംബേദ്കറുടെ സാമൂഹിക പ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ അദ്ദേഹം ഇടതടവില്ലാതെ പിന്തുടർന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യൻ്റെ ധാർമ്മികതയെ സംബന്ധിച്ച ആലോചനകൾ. മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യവംശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ എന്ത് ധാർമ്മികതയാണ് പിന്തുടരുന്നത് എന്നതാണെന്ന് തുടക്കം മുതൽ ഡോക്ടർ BR അംബേദ്കർ നിരന്തരമായി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. കേവലം സമ്പത്ത് കൊണ്ടും അറിവ് കൊണ്ടും മാത്രം മനുഷ്യന് മുന്നേറാൻ കഴിയില്ലെന്നും, മനുഷ്യൻ്റെ യഥാർത്ഥ മുന്നേറ്റം അടയാളപ്പെടുന്നത് ആ മനുഷ്യവംശം എന്ത് ധാർമ്മികതയാണ് പിൻപറ്റുന്നത് എന്ന് നോക്കിയാണ് അതിൻ്റെ ചരിത്ര മൂല്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് അംബേദ്കർ കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ ഡോക്ടർ BR അംബേദ്കർ ലോകത്തോടും ഇന്ത്യയോടും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു. മനുഷ്യൻ അപരമനുഷ്യരെ എങ്ങനെ കാണണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു. മനുഷ്യൻ സമൂഹത്തെ എങ്ങനെ കാണണം, മനുഷ്യൻ രാഷ്ട്രത്തെ എങ്ങനെ കാണണം, രാഷ്ട്രം മനുഷ്യനെ എങ്ങനെ കാണണം, മതം മനുഷ്യനെ എങ്ങനെ കാണണം എന്ന വളരെ കൃത്യമായ ധാർമ്മികമായ സമസ്യകളാണ് ലോകത്തിൻ്റെ മുന്നിൽ ഡോക്ടർ BR അംബേദ്കർ അഴിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിവിടെ രാവിലെ നമ്മൾ സമ്മേളനം ബുദ്ധ ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനമാണ് രാവിലെ നടന്നത്. അത്തരണത്തിൽ, അത്തരമൊരു പശ്ചാത്തലത്തിൽ ഞാൻ ആലോചിക്കുന്നത് ഡോക്ടർ BR അംബേദ്കറുടെ സാമൂഹിക രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കുറിച്ച് വളരെ വിപുലമായ അന്വേഷണങ്ങളും ചർച്ചകളുമൊക്കെ കേരളത്തിലും വെളിയിലുമൊക്കെ വളരെ സജീവമാണ്. തീർച്ചയായും അത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. എന്നാൽ ഡോക്ടർ BR അംബേദ്കറുടെ ജീവിതം ധാർമ്മികതയെ എങ്ങനെ, ധർമ്മബോധത്തെ എങ്ങനെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചു, ധർമ്മബോധം എങ്ങനെയാണ് ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ തേടുന്നു. നാം ഇതെല്ലാം കഴിഞ്ഞ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം 1800-കൾ മുതൽ എങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമർശ വിധേയമാകുന്ന പ്രധാനപ്പെട്ട ഒരു തത്വശാസ്ത്ര പദ്ധതിയാണ് ബ്രാഹ്മണ്യം, ഹിന്ദുത്വം, ജാതി മേധാവിത്വം എന്നീ പറയുന്നവ. ഇതെല്ലാം വളരെ വിപുലമായ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ടെങ്കിലും അതിനെതിരെയെല്ലാം വളരെ വലിയ സമരങ്ങൾ പല രൂപങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിലും നാം ഇപ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ ബ്രാഹ്മണ്യ ശക്തികൾ പല രൂപങ്ങളിൽ തിരിച്ചു വരുന്നതിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യത്തെ അടിസ്ഥാനപരമായി ദുർബലപ്പെടുത്തുവാൻ എന്തുകൊണ്ടാണ് ഈ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതെ പോയത് എന്നൊരു ചോദ്യം ചോദിക്കേണ്ട സന്ദർഭമാണിത്. ഇനിയും നമുക്കത് നീട്ടിവെക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർ കഴിഞ്ഞ 4-5 തലമുറകളായി നിരന്തരമായി സാമൂഹിക പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ധാർമ്മിക പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ട് ബ്രാഹ്മണ്യത്തെ ദുർബലപ്പെടുത്താൻ കഴിയാത്തതെന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഡോക്ടർ BR അംബേദ്കറെ മുൻനിർത്തി ആലോചിക്കേണ്ട സന്ദർഭമാണ്. ഇനി നമുക്ക് ഒരു വട്ടം കൂടി പരാജയപ്പെടുവാൻ അവസരമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെമ്പാടും ഈ ബ്രാഹ്മണ്യ ശക്തികൾക്കെതിരെ വളരെ വലിയ ബഹുജന മുന്നേറ്റം നടക്കുമ്പോൾ തന്നെ അതിൻ്റെ അതർ സൈഡ് എന്നോണം ബ്രാഹ്മണ്യ ശക്തികൾ ശക്തി പ്രാപിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും തെരുവുകളെ
ആലോചനാരഹിതരായ ആൾക്കൂട്ടം കൈവശപ്പെടുത്തുകയും ആൾക്കൂട്ടം തന്നെ ജാതി നിയമങ്ങൾ നടപ്പിലാക്കുകയും ബ്രാഹ്മണ്യ മേധാവിത്വത്തിന് വേണ്ടി നിലവിളിക്കുന്ന വളരെ വലിയ ആൾക്കൂട്ടങ്ങൾ വീണ്ടും വീണ്ടും രൂപപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും അരോചകമായ കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. വീണ്ടും വീണ്ടും ഈ ബ്രാഹ്മണ്യ ശക്തികളെ ശക്തിപ്പെടുത്തുന്ന, വീണ്ടും വീണ്ടും തിരിച്ചു വരുവാൻ അവർക്ക് കരുത്തു പകരുന്ന കാര്യമെന്ത് എന്ന നിർണായക ചോദ്യം ചോദിക്കുകയും ഡോക്ടർ BR അംബേദ്കറെ മുൻനിർത്തി അതിനൊരു ഉത്തരം തേടുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. ഇവിടെ ചില കാര്യങ്ങൾ ഈ പുതിയ ഒരു ആലോചനാ വഴിയിൽ നമ്മൾ കേവലമായ വിമർശനങ്ങളും കേവലമായ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയാൽ തളർന്നു വീഴുന്നതല്ല ബ്രാഹ്മണ്യമെന്ന് സമകാലീന ചരിത്രം നമ്മളോട് പറയുന്നു. ഈ ഘട്ടത്തിൽ എവിടെയാണ് ബ്രാഹ്മണ്യത്തെ ശരിയായി അടയാളപ്പെടുത്തുവാനും ദുർബലപ്പെടുത്തുവാനും നമുക്ക് കഴിയാതെ പോയത് എന്ന ചോദ്യം നമ്മൾ ഇത്തരുണത്തിൽ ആലോചിക്കണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ അനീതി എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക ക്രിയയാണ്. അതൊരിക്കലും അസ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ല. ഒരാൾ മറ്റൊരാളോട് വിവേചനം കാണിക്കുന്നത്, ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരോട് വിവേചനം കാണിക്കുന്നത് സ്വാഭാവിക നീതിയാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അത് നമ്മുടെ നീതിബോധമായാണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ലോകത്ത് മറ്റെങ്ങുമില്ലാത്ത വിധം മനുഷ്യൻ ജന്മനാ തന്നെ തുല്യരല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ധാർമ്മിക ബോധത്തിലാണ് ഇന്ത്യ നൂറ്റാണ്ടുകളോളം ജീവിക്കുന്നത്. മനുഷ്യൻ ജന്മനാ തന്നെ അസമത്വമുള്ളവരാണ് എന്ന് പറയുന്നതോടെ അതിൻ്റെ സ്വാഭാവികമായ കൺക്ലൂഷൻ മനുഷ്യൻ്റെ ജന്മത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ അസമത്വത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. മാത്രവുമല്ല, ഈ അസമത്വം, മനുഷ്യനെ വ്യത്യസ്ത തട്ടുകളായി അടുക്കി വച്ചിരിക്കുന്ന ഈ അസമത്വം ദൈവദത്തമാണെന്നാണ് ബ്രാഹ്മണ്യം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ദൈവദത്തമാണെന്നാണ്. ദൈവങ്ങൾ, ലോകത്തിലെ മുഴുവൻ ദൈവങ്ങളും മനുഷ്യനിടയിൽ കാരുണ്യവും അഹിംസയും സ്നേഹവും വാത്സല്യവും ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഹിന്ദു തത്വശാസ്ത്രത്തിലെ ദൈവബോധം എന്ന് പറയുന്നത് മനുഷ്യനെ അസമന്മാരായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഈ അസമാനത എന്നതുകൊണ്ട് മനുഷ്യർക്കതിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നൊരു ധർമ്മബോധത്തിലാണ് ഇന്ത്യ നൂറ്റാണ്ടുകളോളം ജീവിച്ചു വന്നത്. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ഈ അസമാനതകൾ, അതുകൊണ്ട് തന്നെ ഈ അസമാനതകൾ അനുഭവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന പുനർജന്മ സിദ്ധാന്തത്തിലാണ് ഇന്ത്യ നൂറ്റാണ്ടുകളായി ജീവിക്കുന്നത്. നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അത് ജാതി മാത്രമായിരിക്കണമെന്നില്ല. എന്തിൻ്റെ പേരിലായാലും അസമാനതയോ അസമത്വമോ അടിച്ചമർത്തലോ ഒക്കെ നമ്മൾ നേരിടുന്നുണ്ട് എങ്കിൽ അത് ദൈവദത്തമാണെന്നും മുൻജന്മ പാപം കൊണ്ട് സംഭവിച്ചതാണെന്നുമാണ് നമ്മുടെ തലമുറകളെ ബ്രാഹ്മണ്യം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നത്. അതായത് എൻ്റെ ദാരിദ്ര്യമോ എൻ്റെ ജീവിത തകർച്ചയോ എനിക്ക് പരിഹരിക്കാൻ കഴിയില്ലെന്നും അത് ദൈവം എനിക്ക് നൽകിയതാണെന്നും അത് മുജ്ജന്മ പാപമാണെന്നും ആ മുജ്ജന്മ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ഇപ്പോഴുള്ള കഷ്ടപ്പാടുകൾ 2 കൈയും നീട്ടി അനുഭവിക്കുകയും ആ കഷ്ടപ്പാടുകളെ ചോദ്യം ചെയ്യാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ കഴിയുമെന്നാണ് ഇന്ത്യൻ തത്വശാസ്ത്രം ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നാം കാണുന്ന, നമ്മുടെ കൺമുന്നിൽ കാണുന്ന വിവേചനങ്ങൾ കേവലമായി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്ന കുറ്റകൃത്യമല്ല, മറിച്ച് അതൊരു തത്വശാസ്ത്രമായും ഒരു ധാർമ്മിക ചിന്തയായും ദൈവശാസ്ത്രവുമായിട്ടുമാണ് ഇന്ത്യൻ സമൂഹത്തെ വരിഞ്ഞു മുറുകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബ്രാഹ്മണ്യ അധികാരത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് ഒരു തിയോളജിയാണ്, മെറ്റാഫിസിക്സ് ആണ് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മെറ്റാഫിസിക്സാണ് ജാതി പോലെയുള്ള അതിഭീകരമായ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുവാൻ ഇന്ത്യക്കാരനെ പ്രാപ്തമാക്കുന്ന കാര്യം. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഈ ഭീകരമായ അനീതികളെ മാറ്റിവെച്ച് തത്വചിന്തയിൽ ഏർപ്പെടാൻ ഇന്ത്യയിലെ അദ്വൈതികളെയും ദ്വൈതികളെയും വിശിഷ്ടാദ്വൈതികളെയും ഒക്കെ സൃഷ്ടിച്ചത് ഈ മെറ്റാഫിസിക്സാണ്.
അതായത് ഇതെല്ലാം ദൈവദത്തമായി നമുക്ക് കിട്ടിയ കാര്യമാണെന്നും അതിനെ യുക്തിഭദ്രമായി ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന വിചിത്രമായൊരു സാമൂഹിക ബോധമാണ് ഇന്ത്യക്കാരിലുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിത് പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ അസമത്വങ്ങളെ ലോകത്തെവിടെയെങ്കിലുമുള്ള അസമത്വങ്ങളായി വെറുതെ കമ്പയർ ചെയ്ത് യൂറോപ്പിലെ അസമത്വമുണ്ട്, അമേരിക്കയിലെ അസമത്വമുണ്ട്, ലാറ്റിൻ അമേരിക്കയിലെ അസമത്വമുണ്ട്, ഇന്ത്യയിലെ അസമത്വമുണ്ട് എന്ന് പറഞ്ഞ വാദം നിലനിൽക്കുന്നതല്ല. മറിച്ച് ഇന്ത്യയിലെ അസമത്വം എന്ന് പറയുന്നതിനെ വളരെ വ്യക്തമായും വിശദീകരിക്കുന്ന ഒരു മെറ്റാഫിസിക്സ്, ഒരു അതീന്ദ്രിയ ശാസ്ത്രം എന്ന് വിളിക്കാവുന്ന ഒരു തത്വചിന്താ പദ്ധതി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുമായി കൂടിക്കുഴഞ്ഞ് നമ്മുടെ സാമൂഹിക ബോധത്തെ നിർമ്മിച്ച് നിലനിർത്തുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യയിലെ തത്വശാസ്ത്ര പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തത്വശാസ്ത്ര പദ്ധതികളിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ഒരു അതീന്ദ്രിയ സങ്കല്പമാണ്. മനുഷ്യ ശരീരം, എല്ലാ മനുഷ്യൻ്റെയും ശരീരം ബയോളജിക്കലി ഒന്നു തന്നെയാണെങ്കിലും ജീവശാസ്ത്രപരമായി ഒന്നു തന്നെയാണെങ്കിലും ഇന്ത്യൻ തത്വചിന്താ പദ്ധതി ഒരിക്കലും ഇന്ത്യയിലെ മനുഷ്യരുടെ ശരീരങ്ങൾ തുല്യമാണെന്ന് വിചാരിക്കുന്നേയില്ല. അതിൻ്റെ ന്യായം അവർ പറയുന്നത് ഇന്ത്യയിലെ മനുഷ്യർ, വ്യത്യസ്ത തട്ടുകളിൽ ജനിച്ചു വളർന്ന മനുഷ്യർ, ആ മനുഷ്യ ശരീരങ്ങളെ വ്യത്യസ്തമായി തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു മെറ്റാഫിസിക്സ് നമുക്കുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരമേതെന്ന് ചോദിച്ചാൽ നമ്മുടേത് കൂട്ട് തന്നെ മലവും മൂത്രവും ഒക്കെ ഉള്ളിൽ വഹിക്കുന്നതാണ് എല്ലാ ശരീരമെങ്കിലും ആ ബയോളജിക്കൽ ശരീരത്തിനകത്ത് ഒരു വേർതിരിവ് നടത്തുന്ന ഒരു മെറ്റാഫിസിക്സ് നമുക്കുണ്ട്. ആ മെറ്റാഫിസിക്സിനകത്താണ് ബ്രാഹ്മണന്റെ ശരീരം ഏറ്റവും ഉദാത്ത ശരീരമാണെന്നും ബ്രാഹ്മണനാണ് ഏറ്റവും ഉദാത്തമായ ജന്മമെന്നും അതുകൊണ്ട് എല്ലാ മനുഷ്യരും ബ്രാഹ്മണരായിത്തീരാൻ പരിശ്രമിക്കണമെന്നും ഇന്ത്യക്കാരനെ തോന്നിപ്പിക്കുന്ന ഒരു മെറ്റാഫിസിക്സ്, ഒരു തത്വശാസ്ത്ര പദ്ധതി മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച നമ്മുടെ ആലോചനകളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ തിരുമേനി എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്കുണ്ടാവുന്നത്. ബ്രാഹ്മണന്റെ മേനിയെ നമുക്ക് വെറുതെ മേനി എന്ന് വിളിക്കാൻ പറ്റില്ല. തിരുമേനിയാണത്, വാഴ്ത്തപ്പെടേണ്ട മേനിയാണ്, ആദരിക്കപ്പെടേണ്ട ശരീരമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മറുപുറം എന്ന നിലയിൽ ശവങ്ങളോടാണ്, ഏറ്റവും മ്ലേച്ഛമായ വസ്തുക്കളോടാണ് ദളിതരുടെ ശരീരത്തെ അവർ ചേർത്ത് വെക്കുന്നത്. അതുകൊണ്ട് ദളിതന്റെ ശരീരം കാണേണ്ടി വന്നാൽ, ദളിതന്റെ ശരീരത്തിൽ തൊടേണ്ടി വന്നാൽ, ദളിതനോടൊപ്പം ഇടപഴകേണ്ടി വന്നാൽ അശുദ്ധമായി തീരുന്ന ശരീരങ്ങളാണ് സവർണനുള്ളത് എന്നത് തത്വശാസ്ത്രപരമായി ന്യായീകരിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് നമ്മൾ അറിയണം. ഇത് കേവലമായി പറഞ്ഞു പോകുന്ന കാര്യമല്ല. ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലേക്ക് വിശ്വാസത്തിൻ്റെ രൂപത്തിലും തത്വശാസ്ത്രത്തിൻ്റെ രൂപത്തിലും ധർമ്മബോധത്തിൻ്റെ രൂപത്തിലുമൊക്കെ ഉണ്ടായി വളർത്തി വലുതാക്കി വെച്ചിരിക്കുന്ന ജാതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു താത്വിക മേഖല നമുക്കുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ മനുഷ്യർ അതിഭീകരമായ ആക്രമണങ്ങൾ നേരിട്ടിട്ടും എന്തുകൊണ്ടാണ് തിരിച്ച് പ്രതികരിക്കാതെ പോയത് എന്നത് പൊയ്കയിൽ അപ്പച്ചൻ ഖേദിക്കുന്നൊരു കാര്യമാണ്. അപ്പച്ചൻ ഒരിക്കൽ പറയുകയുണ്ടായി, നമ്മുടെ അപ്പനപ്പൂപ്പന്മാരെ കാളയ്ക്കും പോത്തിനുമൊപ്പം ഉഴുതപ്പോൾ, അതിഭീകരമായി മർദ്ദിക്കപ്പെട്ടപ്പോൾ അവർക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നിയില്ലല്ലോ എന്ന് അപ്പച്ചൻ ഒരിക്കൽ ഖേദിക്കുന്നുണ്ട്. ആ പീഡനങ്ങളെ ഏറ്റുവാങ്ങാൻ നമ്മൾ സ്വയം സന്നദ്ധരാകുന്നതിൻ്റെ യുക്തി കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തത്വശാസ്ത്ര പദ്ധതിയിലാണ്. അത് തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. നമ്മളും വിചാരിക്കുന്നത് അത് ദൈവീകമായൊരു കാര്യമാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് ഈ ബ്രാഹ്മണ്യ അധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറ്റുകയും ഇന്ത്യയിൽ ബ്രാഹ്മണ്യ അധികാരത്തിന് വേണ്ടി എഴുതപ്പെട്ട മുഴുവൻ പുസ്തകങ്ങളിലും ബ്രാഹ്മണൻ കാണപ്പെട്ട ദൈവമാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന പൂജകളിൽ ബ്രാഹ്മണൻ്റെ പാദം കഴുകുന്ന പ്രക്രിയ ഇപ്പോഴും നടന്നു വരുന്നു. ബ്രാഹ്മണന് പ്രത്യേകമായി ബ്രാഹ്മണന് സദ്യ വിളമ്പുന്ന കാര്യങ്ങൾ നടന്നു വരുന്നു. ബ്രാഹ്മണന് ദാനം കൊടുക്കുന്ന മധ്യകാല ഇന്ത്യയിലെ പാരമ്പര്യം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ പേരിൽ തൊഴുതു നിന്ന് സ്വീകരിക്കുന്ന ഒരു ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. വൈക്കത്തമ്പലം തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ
അവിടെ കയറാൻ ഭക്തരായിട്ടുള്ള പിന്നോക്കക്കാർ തയ്യാറായില്ല. അതിൻ്റെ ഒരു കാരണം ശിവൻ കോപിച്ചാലോ എന്ന പേടികൾ. അയ്യപ്പനുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടാകുമ്പോൾ അയ്യപ്പൻ കോപിച്ചാലോ എന്നാണ് ഓരോ മനുഷ്യനും ആലോചിക്കുന്നത്. അതായത് അധാർമികമായ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെയുള്ള മനുഷ്യൻ്റെ ചലനത്തെ വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന വിശ്വാസവുമായി കൂട്ടിക്കുഴച്ചുള്ള ഒരു മെറ്റാഫിസിക്സിനെയാണ് ഇന്ത്യൻ ബ്രാഹ്മണൻ ഇന്ത്യക്ക് മേലടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ വസ്തുത ചരിത്രപരമായി ബോധ്യപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അതുകൊണ്ട് അദ്ദേഹം ബ്രാഹ്മണ്യത്തിൻ്റെ വേരുകളറുക്കാതെ, ഹിന്ദുത്വ തത്വശാസ്ത്രത്തിൻ്റെ വേരുകളറുക്കാതെ ഇന്ത്യക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ എപ്പോഴും ഈ ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ഒരു വിമർശനം. ഇത് കേവലമായൊരു മത വിമർശനമെന്നതിനപ്പുറം മനുഷ്യവംശത്തിൻ്റെ ശാപമായിരിക്കുന്ന ബ്രാഹ്മണ്യ തത്വശാസ്ത്രത്തിൻ്റെ അടിവേരറുക്കാതെ മനുഷ്യവംശത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വളരെ വിശ്വമാനവികതയുടെ ഒരു പ്രചോദനമാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുമ്പോൾ അതിപ്രാചീനമായ ഗ്രന്ഥങ്ങൾ നിരന്തരമായി കോട്ട് ചെയ്യുന്നത് കാണാം. അങ്ങനെ കോട്ട് ചെയ്ത് അതിൻ്റെ അശാസ്ത്രീയമായ മനുഷ്യവിരുദ്ധമായ മുഖം അദ്ദേഹം നിരന്തരം തുറന്നു കാട്ടിക്കൊണ്ടു. അതുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ബ്രാഹ്മണ്യത്തെ, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരം എന്നത് കേവലമായൊരു സാമൂഹ്യ പ്രക്ഷോഭമായി നാം കാണേണ്ടതില്ല. ഇന്ത്യയിലെ അനീതിക്കെതിരായ പ്രക്ഷോഭമെന്നത് കേവലമായ സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റമായി മാത്രം നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല. മറിച്ച് ഇന്ത്യക്കെന്നാണോ ഒരു പുതിയ ധാർമ്മികത, ബ്രാഹ്മണിസത്തിൽ നിന്നും ഭിന്നമായ മറ്റൊരു ധാർമ്മികതയിലേക്ക് ഇന്ത്യൻ സമൂഹത്തിന് എന്നാണോ കാലെടുത്ത് വെക്കാൻ കഴിയുന്നത്, ആ ഘട്ടത്തിൽ മാത്രമേ നമുക്കിതിനെ നിരാകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഈ തത്വശാസ്ത്രത്തെ, ബ്രാഹ്മണ്യ തത്വശാസ്ത്രത്തെ വെല്ലുവിളിക്കുകയും അതിനെ വിമർശ വിധേയമാക്കുകയും ഇന്ത്യയുടെ പാരമ്പര്യം നമുക്കത്രമാത്രം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയും. അതുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഉയർന്ന സാമുദായിക വിഭാഗങ്ങളിൽ നിന്ന് വന്ന രാഷ്ട്രീയ നേതാക്കളും ബുദ്ധിജീവികളും ഡോക്ടർ ബി.ആർ. അംബേദ്കറോട് ഐത്തം പാലിച്ചത് നമ്മളറിയണം. ഇന്ത്യയുടെ യഥാർത്ഥ പ്രകൃതം എന്താണെന്ന്, അതിൻ്റെ തത്വശാസ്ത്രം എന്താണെന്ന്, അതിൻ്റെ ധാർമ്മികത എന്താണെന്ന് വളരെ യുക്തിഭദ്രമായി പറഞ്ഞു എന്നതുകൊണ്ടാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കറെ ബ്രാഹ്മണ്യത്തിൻ്റെ താങ്ങും തണലും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ ചിന്തകരും സാംസ്കാരിക ചിന്തകരും റദ്ദ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും ഈ ബ്രാഹ്മണ്യത്തിനകത്ത് എന്തോ വലിയ വിപ്ലവങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ പൊതുസമൂഹത്തിലെ പ്രാമാണികരായ ബുദ്ധിജീവികൾ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിലെ ഇന്ത്യൻ തത്വശാസ്ത്രം അനുസരിച്ച് നമ്മൾ വർഷങ്ങളോളം പരിശീലിച്ചൊരു കാര്യം, മനുഷ്യൻ എത്തിച്ചേരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉന്നതമായ അവസ്ഥ ബ്രാഹ്മണ്യമാണ്. അതാണ് അവർ നമ്മളോട് പറഞ്ഞത്. ബ്രാഹ്മണൻ എല്ലാ കാലത്തും ആദരിക്കപ്പെടുന്നവനായിരിക്കുന്നത് ഈ തത്വശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ്. എല്ലാ മനുഷ്യരും എത്തിച്ചേരേണ്ട ഏറ്റവും ഉയർന്ന സ്ഥലമെന്നത് ബ്രാഹ്മണ്യമാണ് എന്നൊരു തത്വശാസ്ത്രം ജനങ്ങൾക്കിടയിൽ വേരോടിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ബ്രാഹ്മണൻ അൺക്വസ്റ്റ്യനബിൾ അതോറിറ്റിയായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ, ബ്രാഹ്മണൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇങ്ങനെ നമ്മുടെ ശരീരം തൊടാൻ കൊള്ളാത്തതാണെന്നും അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണെന്നും അത് അഥവാ തൊട്ടാൽ ബാക്കിയുള്ളവർ കുളിക്കേണ്ടതാണെന്നും പറഞ്ഞ് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു വിഭാഗമെന്ന നിലയിൽ, ഒരു സാമൂഹ്യ വിഭാഗമെന്ന നിലയിൽ ജന്മനാ തന്നെ കുറ്റവാളികളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അനീതിയുണ്ടായാൽ, കുഴപ്പങ്ങളുണ്ടായാൽ പ്രതി തീർച്ചയായിട്ടും ഈ ദളിത് വിഭാഗത്തിൽ നിന്നായിരിക്കും എന്ന ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത് ഈ തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്.
അതിൽ നിന്ന് പുറത്തു കടക്കാതെ ആ തത്വശാസ്ത്ര ബോധത്തിൽ നിന്ന് നമ്മുടെ ബോധത്തെ മാത്രമല്ല നമ്മുടെ ശരീരത്തെയും വിമോചിപ്പിക്കാതെ നമുക്ക് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായും തിരിച്ചറിഞ്ഞ ഡോക്ടർ BR അംബേദ്കർ മനുഷ്യവംശത്തിന് ആവശ്യമായിരിക്കുന്ന പുതിയൊരു ധാർമ്മികതയെ സംബന്ധിച്ച വളരെ വിശദമായ ഒരു അന്വേഷണമാണ് സ്വന്തം ജീവിതത്തിൽ നടത്തിയത്. ഈ ഹിന്ദു സോഷ്യൽ ഓർഡറിനെ, സാമൂഹ്യക്രമത്തെ പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ആദ്യഘട്ടത്തിൽ ഒന്ന് ആലോചിച്ചെങ്കിലും അതിനെ മാറ്റി നിർത്തി പുതിയൊരു ധാർമ്മികത വേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ആലോചിക്കുകയും ദീർഘമായ പ്രവർത്തനങ്ങളിലൂടെ, ദീർഘമായ അന്വേഷണങ്ങളിലൂടെ അദ്ദേഹം ഏറ്റവും അവസാനം ബുദ്ധമതത്തിൽ ചേരുവാൻ തീരുമാനിക്കുക. അദ്ദേഹത്തിൻ്റെ ബുദ്ധമത പ്രവേശനത്തെ യഥാർത്ഥത്തിൽ നമ്മളൊരു പാഠപുസ്തകമായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് കേവലം ഒരു മതപരിവർത്തനം മാത്രമായിരുന്നില്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹിന്ദു ബ്രാഹ്മണ്യം സൃഷ്ടിച്ചിരിക്കുന്ന ധർമ്മവ്യവസ്ഥയിൽ നിന്നും, തത്വശാസ്ത്ര വ്യവസ്ഥയിൽ നിന്നും, സാമൂഹിക ബോധ്യത്തിൽ നിന്നും ഇന്ത്യയിലെ മനുഷ്യർക്ക് പുറത്തു കടക്കുവാനുള്ള ഒരു വാതായനമാണ് ചരിത്രത്തിൽ ഡോക്ടർ BR അംബേദ്കർ തുറന്നത് എന്ന് നമ്മൾ അറിയണം. അത് കേവലമായ ഏതെങ്കിലും കുറേ മതങ്ങളുണ്ട്, ഒരു മതത്തിൽ ചേർന്നേക്കാം എന്ന് വിചാരിക്കുന്ന കാര്യമല്ല. അതിനപ്പുറം അംബേദ്കർ അതിന് വളരെ വലിയ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും നൈതികവുമായ വളരെ വലിയൊരു അടിത്തറ അതിന് നൽകുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് അംബേദ്കറൈറ്റ് ബുദ്ധമതത്തിൽ നിൽക്കുന്നവർ, അംബേദ്കറൈറ്റ് ബുദ്ധമതത്തെ പിൻപറ്റുന്നവർ, അംബേദ്കറെ പിൻപറ്റുന്നവർ യഥാർത്ഥത്തിൽ ആ നൈതികതയെയും അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ വീക്ഷണത്തെയും ഒരുമിച്ചെടുക്കുവാൻ ഉത്തരവാദിത്വമുള്ളവരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ BR അംബേദ്കർ മതം 56-ൽ ബുദ്ധമതം സ്വീകരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നടന്നത്. അതിലൊന്ന്, ഇന്ത്യയിലെ പ്രമാണിമായ ബുദ്ധിജീവികളൊക്കെ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം സാമൂഹ്യ ജീവിതത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട്, രാഷ്ട്രീയ ജീവിതത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് മതത്തിൽ അഭയം പ്രാപിച്ചതാണ് എന്ന വ്യാഖ്യാനമാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സൈദ്ധാന്തികരടക്കം അന്നവർ പറഞ്ഞത്. അവരങ്ങനെ പറയുവാനുള്ളൊരു കാരണം, ഈ മതത്തെ അവർ കാണുന്നത് മതം മനുഷ്യന് ഏറ്റവും അവസാനം ചെന്നടിയാവുന്ന ഒരു സ്ഥലമായിട്ടാണ്. എന്നാൽ ഡോക്ടർ BR അംബേദ്കർ എങ്ങനെയാണ് മതം എന്ന വാക്കിനെ മനസ്സിലാക്കിയത് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ അവർ കൂട്ടാക്കിയില്ല. ഇവരാരും വിചാരിക്കുന്നത് പോലെ നിലനിൽക്കുന്ന ഏതെങ്കിലും മത സംവിധാനത്തിലേക്ക് ചേക്കേറുകയല്ല ഡോക്ടർ BR അംബേദ്കർ ചെയ്തത്. മറിച്ച് മതം എന്ന സങ്കല്പത്തെ തന്നെ റീഡിഫൈൻ ചെയ്തുകൊണ്ട്, പുതുതായി നിർവചിച്ചുകൊണ്ട്, മതത്തിൻ്റെ ദൗത്യത്തെ പുതുതായി നിർവചിച്ചുകൊണ്ട്, മതത്തിൻ്റെ ഉള്ളടക്കത്തെ പുതിയതായി നിർവചിച്ചുകൊണ്ട്, ധാർമ്മികതയെ പുതിയതായി നിർവചിച്ചുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ നവയാന ബുദ്ധമതത്തിലേക്ക് എത്തിച്ചേരുന്നത്. അദ്ദേഹം സ്വന്തമായി നടത്തിയ വ്യാഖ്യാനങ്ങളാണ് ഇന്ന് നമുക്ക് വഴികാട്ടി ആയിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അദ്ദേഹം സ്വന്തമായി നടത്തിയ വ്യാഖ്യാനമെന്നാൽ രണ്ട് കാര്യങ്ങളെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നു. ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗം, അതിനകത്ത് അദ്ദേഹം പറയുന്ന ഏറ്റവും വളരെ വിശാലമായ അർത്ഥമുള്ള ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട്. അതിതാണ്: ഇന്ത്യയിലെ എല്ലാ ദളിതർ മാത്രമല്ല, മുഴുവൻ ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങളും മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ദൈവങ്ങളും ബുദ്ധമതം സ്വീകരിക്കണമെന്ന വാക്യം ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു. ലോകത്തിൻ്റെ ഒരു വെളിച്ചമായിട്ടാണ്. ലോകത്തിലെ ദൈവങ്ങൾ ബുദ്ധമതത്തിലേക്ക് വരണമെന്നാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം. അദ്ദേഹം പറഞ്ഞത് വേറൊരു കാര്യം, ഈ മതത്തിലുള്ള വിശ്വാസം, മതവിശ്വാസത്തെ സംബന്ധിച്ച് നമ്മുടെ സൈദ്ധാന്തികർ വളരെ വാചാലരാകും. സയൻറ്റിഫിക്കായിട്ട് ബോധമില്ലാത്തത് കൊണ്ട് വിശ്വാസിയാകുന്നതാണ്. സയൻസൊക്കെ പഠിക്കുമ്പോൾ അത് മാറിക്കോളും എന്നുള്ളതാണ് വലിയ ഇടതുപക്ഷ സിദ്ധാന്തം മതത്തെക്കുറിച്ച്. സയൻസ് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് അന്ധവിശ്വാസത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത്. സയൻസൊക്കെ പഠിപ്പിച്ചാൽ ഇത് മാറിക്കോളും. എനിക്ക് ഈ മഹാന്മാരോട് ചോദിക്കാനുള്ള കാര്യം, ഈ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് തേങ്ങ അടിക്കുന്ന പതിവ് ഇന്ത്യയിലുണ്ട്. അതെവിടെ നിന്നാണ് വന്നത്? വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. അവരൊക്കെ ആണവശാസ്ത്ര വലിയ ശാസ്ത്രജ്ഞന്മാരാണ്, ലോകമറിയുന്ന വലിയ പണ്ഡിതരാണ്, PhD-ക്കാരാണ്. പക്ഷേ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് മാധവൻ നായർ തേങ്ങ ഉടച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസം എന്നത് ഈ പറഞ്ഞ ഇടതുപക്ഷ ചിന്തകർ പറയുന്നത് പോലെ ഒരു കുഴപ്പം പിടിച്ച കാര്യമോ വിദ്യാഭ്യാസമുള്ളവൻ വകവെക്കാത്ത കാര്യമോ അല്ല. അങ്ങനല്ല അതിൻ്റെ കാര്യം. അതിന് ഉത്തരം പറഞ്ഞ ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം പറയുന്നൊരു കാര്യം,
ശാസ്ത്രയുഗത്തിൽ, ഇൻ എ സയൻറ്റിഫിക് വേൾഡ്, മനുഷ്യന് സ്വീകരിക്കാവുന്ന ഒരേ ഒരു മതം ബുദ്ധമതമാണ്. എന്തുകൊണ്ടെന്നാൽ ഇറ്റ് ഈസ് റാഷണൽ. അത് വളരെ യുക്തിഭദ്രമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ പോലൊരു സ്ഥലത്ത് ബുദ്ധൻ്റേത് ഇത്ര വലിയ യുക്തിഭദ്രമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മാവ്, ആത്മം, ബ്രഹ്മം, മോക്ഷം, കർമ്മസിദ്ധാന്തം തുടങ്ങിയ സിദ്ധാന്തങ്ങളിലൂടെ, പുനർജന്മ സിദ്ധാന്തം തുടങ്ങിയ സിദ്ധാന്തങ്ങളിലൂടെ സാമൂഹിക അനീതികളെ മൂടിവെക്കുന്ന, നിരന്തരം മൂടിവെക്കുന്ന ഒരു തത്വശാസ്ത്ര മണ്ഡലം ഇന്ത്യയിലുണ്ടായി. ബുദ്ധൻ്റെ ഒരു അനുയായി ചോദിച്ചു, ദൈവമുണ്ടോ? ബുദ്ധൻ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നു. ആത്മാവുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നു. പുനർജന്മമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നു. അത്തരം ചോദ്യങ്ങളെ അവ്യക്താണി എന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് ബുദ്ധൻ അതിനെ അന്ന് നേരിട്ടത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നൂറ്റാണ്ടുകളോളം തളച്ചിട്ടിരുന്ന ദൈവം, ആത്മാവ്, പുനർജന്മം തുടങ്ങിയ സിദ്ധാന്തങ്ങൾ നിരാകരിക്കപ്പെടേണ്ടതാണ് എന്ന വളരെ വ്യക്തമായൊരു ബോധ്യം ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്തിന് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്ത്യക്ക് ജാതിയുടെയും ജാതീയ വിവേചനങ്ങളുടെയും ഭീകരമായ രൂപങ്ങളുള്ള ഇന്ത്യക്കകത്ത് ഇന്ത്യയിലെ മനുഷ്യർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വാതായനമായി ബുദ്ധമതത്തെ, ബുദ്ധധർമ്മത്തെ ഡോക്ടർ BR അംബേദ്കർ സ്വീകരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അദ്ദേഹത്തിൻ്റെ രാമായണ വിമർശനവും മഹാഭാരത വിമർശനവും ഭഗവത്ഗീത വിമർശനവും ഉപനിഷത്തിൻ്റെ വിമർശനങ്ങളുമൊക്കെ ഇതിനോട് കൂട്ടിവെച്ച് വായിക്കേണ്ടത്. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ വിമർശിച്ചാൽ മാത്രം പോരെന്നും പുതിയ ഒരു ധാർമ്മികതയിലേക്ക് മനുഷ്യവംശം കടക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയും. അന്ന് ഒത്തുകൂടിയ ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളോട് അദ്ദേഹം ചൊല്ലിക്കൊടുക്കുന്ന വാക്യങ്ങളിൽ ആ പ്രൊഫറ്റിക് ടെമ്പർ നമുക്ക് കാണുവാൻ കഴിയും. ഒരു പുതിയ മനുഷ്യവംശം എങ്ങനെയായിരിക്കണം, പുതിയ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഡോക്ടർ BR അംബേദ്കർ. അത് ബുദ്ധമതത്തിൽ പ്രവേശിച്ചത് കൊണ്ട് മാത്രമാണ്. ഡോക്ടർ BR അംബേദ്കറുടെ സാമൂഹിക, രാഷ്ട്രീയ, ധാർമ്മിക ചിന്തകളെല്ലാം പുതിയ മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെ പറ്റിയായിരുന്നു. ആ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന തത്വത്തിൽ ജീവിക്കുന്നവരായിരിക്കണം എന്ന് അംബേദ്കർ വിചാരിച്ചു. അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്നത് ഒരു ഭരണ സംവിധാനമായിരുന്നില്ല, അതൊരു ജീവിതക്രമമായിരുന്നു. ജനാധിപത്യം ഒരു ജീവിതക്രമവും രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൻ്റെ തത്വശാസ്ത്രവുമാണ് എന്ന് ഡോക്ടർ BR അംബേദ്കർ ലോകത്തെ ഉത്ബോധിപ്പിച്ചു. അതുകൊണ്ട് മനുഷ്യവംശമുള്ളിടത്തോളം കാലം, ലോകത്ത് മനുഷ്യൻ നിലനിൽക്കുന്ന കാലം വരെയും ജനാധിപത്യം നിലനിൽക്കുമെന്നാണ് ഡോക്ടർ BR അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ 1942 പട്ടികജാതി ഫെഡറേഷൻ സമ്മേളനത്തിൽ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു വാക്യം ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ കൈവഴിയാൻ പാടില്ല. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഏതൊരു സാഹചര്യത്തിലും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ കൈയൊഴിയാൻ പാടില്ല എന്ന് ഡോക്ടർ BR അംബേദ്കർ നമ്മളെ ഉത്ബോധിപ്പിച്ചു. ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിൽ ജനാധിപത്യ ആശയങ്ങളുടെ പ്രോത്ഘാടകനാര് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ ചിന്തകനായ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിന് മാത്രമല്ല, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനുമൊക്കെ അജ്ഞാതമായിരുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യത്തിൽ ഇന്ത്യൻ സമൂഹത്തെ പുനഃസംഘടിപ്പിക്കാൻ പരിശ്രമിക്കുകയും അങ്ങനെ പുനഃസംഘടിപ്പിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നത് ബ്രാഹ്മണ്യ തത്വശാസ്ത്രമാണെന്ന് തിരിച്ചറിയുകയും ആ ബ്രാഹ്മണ്യ തത്വശാസ്ത്രത്തെ അതിൻ്റെ അകത്തു നിന്ന് തന്നെ പരിശോധിച്ചുകൊണ്ട് പുതിയ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ, പുതിയ മനുഷ്യവംശത്തെ സൃഷ്ടിക്കുവാൻ, പുതിയ ഒരു ധാർമ്മികതയെ സൃഷ്ടിക്കുവാൻ പരിശ്രമിച്ച ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ ഇന്ന് ലോകത്തിന് വലിയ വെളിച്ചമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെമ്പാടും പൊരുതുന്ന ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യൻ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഉപേക്ഷിക്കപ്പെടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നമ്മുടെ സാമൂഹിക ബോധം തന്നെ അതിന് മതിയായ കാരണമായി മാറും. നമ്മൾ ഉപേക്ഷിക്കപ്പെടേണ്ടവരാണ്
എന്ന് താത്വികമായി ഉറപ്പിക്കപ്പെട്ടൊരു മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മേലുള്ള അതിക്രമങ്ങളും നമ്മുടെ ഉപേക്ഷിക്കലുകളും നമ്മുടെ മേലുള്ള അവഗണനകളും ഇനിയും നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചാണ് ഡോക്ടർ BR അംബേദ്കർ ആലോചിച്ചത്. ആ ആലോചന ചെന്നെത്തി നിന്നത് ഈ തത്വശാസ്ത്രത്തെ പരിപൂർണമായി നിരാകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ചിന്താലോകത്തെയും നമ്മുടെ ഭാവനാലോകത്തെയും നമ്മുടെ ശരീരത്തെയും വിമോചിപ്പിച്ചുകൊണ്ട് മാത്രമേ പുതിയൊരു ധാർമ്മികതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ. അങ്ങനെയാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം കേവലം തൊട്ടുകൂടായ്മ എന്ന് പറയുന്നൊരു അനാചാരമല്ലെന്നും അതൊരു തത്വശാസ്ത്ര പദ്ധതിയായി നമ്മുടെ സമൂഹത്തിൻ്റെ തലയ്ക്കകത്ത് വാഴുന്നുണ്ട് എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കറുടെ എല്ലാ പ്രവർത്തനങ്ങളും അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യ വിരുദ്ധവും ജാതി വിരുദ്ധവുമായിരുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് പുതിയ നവലോകത്തിന് വേണ്ടി ഡോക്ടർ BR അംബേദ്കർ നടത്തിയ ഇത്തരം അന്വേഷണങ്ങൾ പുതിയ പഠനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിന്നിവിടെ രാവിലെ കഴിഞ്ഞ ബുദ്ധ ധമ്മത്തെ മുൻനിർത്തിയുള്ള നിങ്ങളുടെ ആലോചനകൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലോകത്തെമ്പാടും പല രൂപത്തിൽ വീണ്ടും വീണ്ടും ആലോചനയിലേക്ക് വരുന്നൊരു കാര്യമാണ്. അതിനെ ഈ ധർമ്മബോധത്തെ ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച സാമൂഹിക രാഷ്ട്രീയ ദർശനങ്ങളോട് വിളക്കിച്ചേർത്ത് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. അതൊരു പുതിയ ശാന്തിയും സമാധാനവും അന്തസ്സും നമ്മുടെ സമൂഹത്തിൽ സംഭാവന ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ബൃഹത്തായ പ്രവർത്തനത്തിൽ വ്യക്തിയെ എല്ലാവരും വ്യവസ്ഥിതി നന്നാക്കാൻ ആണല്ലോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വ്യവസ്ഥിതി മാത്രമല്ല മനസ്ഥിതി കൂടി മാറേണ്ടതുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. മനുഷ്യൻ മാറിയേ പറ്റും, മനുഷ്യൻ മാറിയേ പറ്റും എന്ന് ആവർത്തിച്ച് നമ്മൾ പറയണം. അങ്ങനെ ഉണ്ടാകുന്ന പുതിയ മനുഷ്യനിലൂടെയായിരിക്കും ഡോക്ടർ BR അംബേദ്കർ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്താരയായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക്, ജന്മദിന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ശേഷം നിരവധി പേർ സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ചുരുക്കുകയാണ്. ഒരു കാര്യം കൂടി ഓർപ്പിച്ചു. നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ നമ്മൾ ഉചിതമായ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഒരു മധ്യകാല ഭാരതമാണോ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ളത്, അതോ ഒരു ആധുനിക ജനാധിപത്യ ഇന്ത്യയാണോ വേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തീർച്ചയായും ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച ആധുനിക മതേതര ജനാധിപത്യ പരമാധികാര ഇന്ത്യക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ സമ്മതിദാനം നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിന ആശംസകൾ.